വീട്ടിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. ഇവര് ആദ്യം മുതൽക്ക് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം കഴിച്ചാൽ 5 വർഷം കാലം ഒന്ന് കാത്തിരുന്ന പോലെ. അവനൊരു മനുഷ്യനല്ലേ, വികാരം വിചാരമുള്ള മനുഷ്യനല്ലേ. വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആയിഷ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഒരു രാത്രി എന്തോ ഭർത്താവിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ തന്നെ 2 ലക്ഷത്തിന് മേളിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ട്. അത് മറുനാടൻ ചാനലൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ തന്റെ ഭർത്താവ് താനിരിക്കെ തന്നെ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ കാര്യം, കുഞ്ഞിനുള്ള അവകാശം നേടാനും കൂടിയാണ് ആ ഒരു വ്യക്തി ഈ ഒരു 11 ദിവസമായിട്ട് അവിടെ നിരാഹാരം കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണോ? ഇപ്പം ഒരാൾ കല്യാണം കഴിച്ച് ആ ഒരു കല്യാണത്തിൽ ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നാൾ പിണങ്ങി നിൽക്കുന്നെന്ന് വിചാരിച്ചിട്ട് വേറൊരു കല്യാണം കഴിക്കുമോ? അത് ഡിവോഴ്സ് കഴിയാണ്ട് ഒന്നുകിൽ ഭാര്യയുടെ അനുമതി തേടണം. എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറയണം. എന്നാലും ഓക്കെ. ഇത് ഭാര്യ ഇരിക്കെ ഒരു 10 വയസ്സായ ഒരു മകൾ ഇരിപ്പുണ്ട്. ആ ഒരു മകൾ എന്നും മാനിക്കാണ്ട് വേറൊരാളെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് സഫർ ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ. താൻ നന്നായി ജീവിക്കണം, മറ്റുള്ളവർ എങ്ങനെ പോയാലും കുഴപ്പമില്ല, തനിക്ക് സുഖമായി ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാരിലെ ഒരാളാണ് ഇപ്പൊ ഈ ഒരു വാർത്തയിൽ കണ്ടത്. എന്തായാലും മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് ആകെ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡോക്ടർ ആയിഷ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. 2 വീട്ടുകാർക്കും ഇവരാരും ഇഷ്ടമില്ല. അപ്പോൾ ഒരു വീട്ടുകാർക്കും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ പ്രേമവിവാഹമായിരുന്നു, ലവ് മാരേജ് ആയിരുന്നത് കൊണ്ട് തന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള രീതിയാണ് ഇപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ആയിഷ മുഹമ്മദിന്റെ 100 പവൻ സ്വർണവും ഈ 15 ലക്ഷം രൂപയും ഈ ഒരു ഭർത്താവിന്റെ കയ്യിലാണ്. ആ ഒരു ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇത്രയും സാധനങ്ങളാണ് ആ ഒരു വ്യക്തി അവകാശപ്പെടുന്നത്. അത് നീതിന്യായ കോടതി മേടിച്ചു കൊടുക്കും. ഈ ഒരു ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ അനുവാദം ഇല്ലാണ്ട്, ഭാര്യയുടെ ഡിവോഴ്സ് പോലും കഴിയാണ്ട് ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തായാലും ഈ ഒരു ആയിഷയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ന്യായം കിട്ടണം. ആ ഒരു കുഞ്ഞിനെ മാനിച്ചിട്ടെങ്കിലും ആ ഒരു കുഞ്ഞിന്റെ ചെലവിനുള്ളതാണ് ആ ഒരു ഇത് ചോദിക്കുന്നത്. അവരുടെ സ്വർണവും ഈ പണവും അത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി സുഖമായിട്ട് ജീവിക്കാം, സുഖമായിട്ട് സന്തോഷിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. 1, 4, 5 കെട്ടാം, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ആ ഒരു ഡോക്ടർ ആയിഷയുടെ സ്വർണവും പണവും ഒക്കെ കൊടുക്കൂ തിരിച്ച്, അതാകുമ്പോൾ തീരും. അതാണ് അന്തസ് എന്ന് പറയുന്നത്. അത് ഭാര്യ കൊള്ളത്തില്ല, പക്ഷെ ഭാര്യയുടെ സ്വർണവും പണമൊക്കെ കൊള്ളാം. അതാണ് ചില ആൾക്കാരുടെ ചിന്താഗതി. ഭാര്യ നശിച്ചു പോയാലും കുഴപ്പമില്ല, അവർ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അവരുടെ സ്വർണം ഞാൻ വിട്ടുകൊടുക്കാറില്ല. സ്വർണം ഭയങ്കര വിലയുള്ള സാധനങ്ങളാണല്ലോ, ഭാര്യയെക്കാട്ടിലും ഭയങ്കര വിലയാണല്ലോ സ്വർണം. അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെയധികം സങ്കടം തോന്നുന്ന ഒരു അവസ്ഥ തന്നെ. ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. ഇതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പല കാര്യങ്ങളും ചിന്തയിലോട്ട് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആരും ഇല്ലാണ്ട് ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തുടർന്നില്ല അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നാട്ടിക്കുന്നല്ലേ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ കുളങ്ങത്തെ തറവാട്ടിന്റെ പുറത്ത് ഒരുപെട്ട പെണ്ണായിട്ടില്ല. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നേ എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഉരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ, ഒരുപാട് കോടതിയിൽ നടക്കട്ടോ. റൈറ്റ്സ് നോക്ക്, നിയമത്തിൽ വെച്ച് പോട്ടെ. നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല, അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 15-10 വർഷം വന്നിട്ട് കേരള താമസിക്കാത്ത ഒരാൾ ഈ നാട്ടിലൊക്കെ അറിയാം. ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടിപ്പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടില്ല. ആദ്യം തന്നെ എല്ലാവരും വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നു പോയി. ഞാൻ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി സംസാരിച്ച് കുടുംബത്തിൽ കയറി വരാം. കുടുംബത്തിലില്ല. ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് എന്റെ വീട് സമൃദ്ധി ഉണ്ടാക്കണം.
നീ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അല്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ട് അല്ല ഞാൻ ഡോക്ടറല്ല ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ് പണ്ണൊക്കെ തുല്യപ്പോ ആണല്ലേ എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഊരുംപെട്ട് വിളുന്നു എങ്ങനെയാണ് പറ്റുക ഈ വീട്ടിലെ ആൾക്കാർ കയറി പോകണം അവിടെ കറണ്ട് ഫീസാ ആര് ഫീസ് കേട്ടത് കറണ്ട് നിങ്ങൾ കട്ടാക്കിയില്ലേ ഇൻവെർട്ടർ അവർ ഓഫ് ആക്കിട്ട് എടുത്ത് പോകുള്ളൂ അപ്പൊ ഇൻവെർട്ടർ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇല്ല അവർക്ക് എന്നെ മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ മാന്യമായിട്ട് നമ്മൾ കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ് ഇത് കോടതി വിഷയമാണ് ഒരു സ്ത്രീയോ ഡോക്ടറാണ് മാനദാന ഒരു ഡോക്ടറാണ് നീ ഇപ്പൊ നിന്റെ ആളാണ് അതിനോട് സംസാരിക്കാൻ പറ്റുന്ന ഈ വിഷയം സംസാരിക്കണം അത് ഇവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോ പറഞ്ഞ വിഷയം ഈ കോടതി നടക്കുന്നതിൽ ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി നിങ്ങൾ കക്ഷിയാണോ പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം ഈ വഴി പഠിക്കണം അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എവിടെ കുടുംബത്തില് പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാര്യ നിലനിൽക്കെ തന്റെ മകനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ച് എന്നിട്ട് തന്റെ രീതിയിൽ സുഖമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തെ ആദ്യമായിട്ട് കാണുകയാണ്. എന്തല്ലേ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആർക്കും വരാണ്ടിരിക്കട്ടെ. ഇവരുടെ അങ്കിളിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. മറുനാടനാണ് ആ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മറുനാടൻ ഈ ഒരു അങ്കിൾ എന്ന് പറയുന്ന വ്യക്തിയോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വരാം. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അതിന് ഞാൻ 2 കല്യാണം കഴിച്ചു. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നേ ആരെയും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല സത്യം പോട്ടെ ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ നിങ്ങളിപ്പോ കേട്ടു. നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? കല്യാണമൊന്നും ഇവരറിയണതല്ല. ഇവര് ആദ്യം മുതൽക്ക് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഇവിടെ ഫംഗ്ഷനൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവളവിടെ കൊണ്ടുവച്ച് അവനെ കൈവശപ്പെടുത്തി അപ്പം ചെയ്തതാണ്. അല്ലാണ്ട് ഇവര് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിയമപരമായിട്ട് ഇവര് കല്യാണം കഴിച്ചില്ലേ? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയും ചെയ്തല്ലോ. ജീവിച്ചിട്ടുണ്ടോ? മോളില്ലേ? ഉണ്ടാവും. അതാവാൻ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം കഴിച്ച 5 വർഷം ഒന്ന് കാത്തിരുന്നാൽ പോരെ? അവനൊരു മനുഷ്യനല്ലേ, വികാരം വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി നിൽക്കെല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സൈകെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യുക എന്തിനാ? ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരോട് ജീവിക്കാൻ അവകാശമുണ്ട്. ഉണ്ട്. അതെ. നമ്മുടെ ഈ ഇന്ത്യയുടെ നിയമത്തിൽ അത് നടക്കും. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ വകുപ്പുണ്ട്. 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അതിന് ഞാൻ 2 കല്യാണം കഴിച്ചു. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്, ഒന്ന് എൻ്റെ ഭാര്യയുടെ വീട്ടിലുണ്ട്. രണ്ടുപേരും ഒറ്റ വീട്ടിൽ നിർത്തത്തില്ല? ഒരു വീട്ടിൽ നിർത്തത്തില്ല രണ്ടുപേരും? ഇതിപ്പോ എൻ്റെ വീടല്ലല്ലോ. ഇവിടെ ഉള്ളത് എൻ്റെ വീടല്ല, അത് ആട്ടിൻ്റെ വീടാ. എന്തുകൊണ്ടാണ് ഈ 2 കല്യാണം കഴിച്ചത്? അത് സ്വഭാവ ദോഷം കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറൊന്നുമല്ല. രണ്ടിലും മക്കളുണ്ടോ? 2 മക്കളുണ്ട്. അവര് കാണാറുണ്ടോ? അവരായിട്ടൊന്നും കാണലും സംസാരിക്കലൊന്നുമില്ല. ആളുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത്? ഞാനും എൻ്റെ വീടും എൻ്റെ അതെല്ലാം കൂടിയിട്ട് അവർക്ക് ഉപേക്ഷിച്ച് കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുക്കോ? ആദ്യം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവരവിടെ സുഖമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രണ്ടാമത്തെ ആളുടെ വീടാ. എന്താ ജോലി? എന്താ? എനിക്ക് ജോലിയൊന്നുമില്ല. മക്കൾ ജോലിയൊക്കെ ഉണ്ട്. എൻ്റെ പേര് മൊയ്തുട്ടി. എന്താ അല്ലേ ശരിയത്ത് നിയമത്തിൽ 4 കല്യാണം വരെ കഴിക്കാം. ഡിവോഴ്സ് ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത്? 4 കഴിക്കാനാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ 4 കഴിക്കും.
ഇപ്പം ഓൾറെഡി 2 ഉണ്ട്. ഇനി സമയം കിട്ടുന്നുണ്ടെങ്കിൽ 2 കൂടെ കെട്ടാന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പപ്പൻ. ഡോക്ടറിനോട് ഇങ്ങനെ ആണെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കേ. അതാണ് ചില വീടുകളിലുണ്ട് മരുമക്കൾ കണ്ടുകൂടാ, പിന്നെ എന്തെങ്കിലും ഇതിപ്പോ അവർ കല്യാണം കഴിച്ച സമയത്തെ 2 കൂട്ടർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയില്ലേ, എന്തൊക്കെ ഇഷ്ടമില്ലാണ്ട് കണ്ടാല് പിന്നെ അവരെന്ത് ചെയ്യുന്നതും കുറ്റമായിട്ട് തോന്നുന്നു പറയുന്നില്ലേ, അത് തന്നെയാണ്. എന്തായാലും ആ ഒരു അങ്കിളിന്റെ സംസാര രീതി കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ പിടിയിട്ടിട്ടുണ്ട്. ഇവര് ധൈര്യത്തിൽ അവിടെ ചെന്ന് ഈ ഒരു വീഡിയോ പോലും ഇല്ലായിരുന്നെങ്കിൽ എന്ത് തെളിവുണ്ടായിരുന്നേനെ, അടിച്ച് ആട്ടി ഓടിച്ചേനെ. അതേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ആയിഷ മുഹമ്മദിന്റെ ഭാഗത്താണ് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ന്യായം കിട്ടണം. ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തി ആദ്യം കല്യാണം കഴിച്ചതാണെങ്കിൽ ആ ഒരു ബന്ധം നിലനിൽക്കെ എന്തിനാണ് ഇവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്? ഇന്നുണ്ട് ഭർത്താവ് എന്റെ വീട്ടുകാർ വീടൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. അവർ നിൽക്കുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് വീടൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. നിറയെ വീട് കാണുമായിരിക്കുമല്ലോ മാറി മാറി താമസിക്കാൻ വേണ്ടിയിട്ട്. പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുക ഒരു നിമിഷം മതി. പക്ഷെ ആ ഒരു ജീവിതത്തെ കെട്ടിപ്പടിക്കും നിങ്ങൾ സന്തോഷവാനായിട്ട് ജീവിച്ച് പോകുന്ന പറയുന്ന ഒരു മനുഷ്യനും കാണത്തില്ല. ചുറ്റുപാടും തിരിച്ച് വേർതിരിച്ച് കാണിക്കാൻ, ഇല്ലെങ്കിൽ അയാൾ 2ാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു പറയാമല്ലോ, ഇന്നതുപോലെ അവനൊരു ഭാര്യയുണ്ട്, അവര് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. ആ ഒരു ഭാര്യയും കുട്ടിയും അവനുമായിട്ട് നല്ല രീതിയിലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്ന് കുടുംബക്കാർ തീർന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു വിട്ടു. എല്ലാവരും ചേർന്നിട്ട് കല്യാണം കഴിപ്പിച്ചു. എന്താ ഇവിടെ ഇപ്പൊ ആരാണ് ഒറ്റയായത്? ആ ഒരു പെൺകുട്ടിയും ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും ഈ ഒറ്റയാൾ പോരാട്ടത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത്. എന്തായാലും ഈ ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ. ഇതിന് ഒരു നിയമ നടപടി സ്വീകരിച്ച് സ്വർണവും പണവും ഒക്കെ തിരിച്ച് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാല് മറ്റുള്ളവന്റെ സ്വത്തല്ലല്ലോ, സ്വന്തം വീട്ടുകാർ കൊടുത്ത സ്വത്തല്ലേ, അങ്ങനെ വെച്ച് സൂഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാര്യ വേണ്ടെങ്കിൽ ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുക, അതാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ആയിരിക്കണം. ആർക്കും ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോഴത്തേക്ക് ഭാര്യയുടെ അനുമതി ഇല്ലാണ്ട്, ഭാര്യയുടെ ഡിവോഴ്സ് കഴിയാണ്ട് ഈ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ആരാ അധികാരം കൊടുത്തത്? ഇത് എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയ വീഡിയോ ഇട്ട് വരാം.